കുഞ്ഞുമോൾക്ക് സ്കൂളുള്ള ദിവസമായതുകൊണ്ട് എണീറ്റ് ഉടനെ ആദ്യം തന്നെ ചോറ് വെക്കുകയാണ്. കടലയാണ് ഉപ്പേരി വെക്കുന്നത്. അപ്പോൾ കടല കുക്കറിലൊന്ന് വേവിച്ചെടുക്കുകയാണ്. കടലുപ്പേരിയിലേക്കുള്ള സവാളയും തക്കാളിയൊക്കെ അരിഞ്ഞു വെക്കുന്നുണ്ട്. ഇലക്ഷൻ ആയതുകൊണ്ട് മോൾക്ക് കോളേജിന് അവധി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവൾ ഇന്നലെ വന്നിട്ടുണ്ട്. ചായക്ക് കടി ഉണ്ടാക്കുന്നത് പുട്ടാണ്. അപ്പോൾ പുട്ടുപൊടിയൊക്കെ നനച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചോറ് വാർക്കാനായിട്ടുണ്ട്. അത് വാർക്കുകയാണ്. ചോറ് രാവിലെ ആവുകയാണെങ്കിൽ കുഞ്ഞുമോൾക്ക് പിന്നെ ചായക്കടിയൊന്നും വേണ്ട. അവൾ കഞ്ഞിയാണ് സ്കൂളിലേക്ക് പോകുന്നതിന് മുൻപ് കുടിക്കാറുള്ളത്. കടലപ്പേരിയിലേക്കുള്ള സവാളയും തക്കാളിയൊക്കെ വഴറ്റിയെടുത്തതിന് ശേഷം പൊടികളെല്ലാം ഇട്ട് കൊടുത്തു. ഇനി കടല ചേർത്ത് കൊടുക്കുകയാണ്. ഇന്നലെ രാത്രി ഏട്ടൻ വന്നപ്പോൾ പച്ചമീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് മസാലയൊക്കെ പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇനി അതും കൂടെ വറുത്തെടുക്കട്ടെ. അപ്പോൾ ഇനി നമ്മൾ പുട്ടുണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. പുട്ടുപൊടിയിൽ ക്യാരറ്റൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം മോൾക്ക് ക്യാരറ്റ് ഇടാത്ത പുട്ട് മതിയെന്ന് പറഞ്ഞതുകൊണ്ട് അവൾക്കുള്ള പുട്ട് ആദ്യം ഉണ്ടാക്കിയെടുക്കുകയാണ്. ബാക്കിയുള്ള പൊടിയിൽ നമ്മൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും പാൽപ്പൊടി നാളികേരം ചിരകിയതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ക്യാരറ്റ് പുട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു പുട്ടിൻ്റെ റെസിപ്പി നമ്മൾ ആദ്യമായിട്ട് യൂട്യൂബിൽ കണ്ടിട്ടാണ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കും ഏട്ടനൊക്കെ ഒരുപാട് ഇഷ്ടമായി. അതുകൊണ്ടാണ് വീണ്ടും ഉണ്ടാക്കുന്നത്. മോൾക്ക് പിന്നെ അത് വേണ്ടാന്ന് പറഞ്ഞു. പുട്ടുണ്ടാക്കിയെടുക്കുന്നതിനിടയിലൂടെ തന്നെ കുഞ്ഞുമോളുടെ ലഞ്ച് ബോക്സ് റെഡിയാക്കി. അപ്പോൾ നമ്മുടെ ചായയും കടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾ ചായ കുടിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ.